പഴൂക്കര സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ 25 മുതൽ മെയ് 5 വരെ നടക്കും. തിരുനാളിന്റെ കൊടിയേറ്റം 25-ന് വൈകിട്ട് 5-ന് ഫാദർ ജോസ് അരീക്കാട്ട് നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. 27-ന് രാവിലെ 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന. ഉച്ചതിരിഞ്ഞ് 4-ന് വിശുദ്ധന്റെ നാടുകാണൽ. 28, 29, 30 തീയതികളിൽ വൈകിട്ട് 5:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന. ഇടവക ദിനാഘോഷ ദിനമായ മെയ് 1-ന് വൈകിട്ട് 5-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന. തുടർന്ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം, ഇടവക ദിനാഘോഷം, കലാപരിപാടികൾ. മെയ് 2-ന് വൈകിട്ട് 5:30-നും 3-ന് രാവിലെ 6:30-നും ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന. പ്രധാന തിരുനാൾ ദിനമായ മെയ് 4-ന് രാവിലെ 6:30-ന് ദിവ്യബലിയെ തുടർന്ന് ഊട്ടുനേർച്ച വെഞ്ചരിപ്പ്. 10-ന് ആഘോഷമായി തിരുനാൾ ദിവ്യബലി. ഫാദർ സിബു കള്ളാപ്പറമ്പിൽ മുഖ്യകാർമ്മികനാകും. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-നുള്ള ദിവ്യബലിയെ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഗാനമേള എന്നിവ നടക്കും. തിരുനാൾ പരിപാടികൾ വിശദീകരിച്ച പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കുടിയിരിക്കൽ, ട്രസ്റ്റി ജോമോൻ താഴുത്തപ്പുറം, ജനറൽ കൺവീനർ സിജൻ ചാക്കാലമറ്റത്ത്, സേവ്യർ കാരേക്കാട്ട്, വിനോദ് വി ജോർജ് എന്നിവർ പങ്കെടുത്തു. 25 മെയ് 4-ാം തീയതി ആഘോഷിക്കുന്ന ഊട്ടുതിരുനാൾ, അതിൻ്റെ ആരംഭം കുറിക്കുന്നത് 25-ാം തീയതി, ഏപ്രിൽ 25-ാം തീയതി വൈകുന്നേരം അമ്പഴക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് അരിക്കാട്ട് കൊടികയറ്റം നടത്തുന്നതിലൂടെയാണ്. അതിന് മുന്നോടിയായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി പള്ളിയിൽ നിന്ന് ദീപശിഖ പ്രയാണവുമായി പഴൂക്കര എത്തിച്ചേർന്നു. ആ ദീപശിഖ പള്ളിയിൽ ഒരുക്കിയിട്ടുള്ള തിരിയിലേക്ക് പകരുന്നതിലൂടെ തിരുനാളിൻ്റെ ആരംഭം കുറിക്കുകയും ഒപ്പം തന്നെ അന്ന് കൊടിയേറ്റം കഴിയുമ്പോൾ 2026-ലെ തിരുനാൾ പ്രസിദ്ധേന്തിമാരുടെ പ്രസിദ്ധേന്തി വാഴ്ച 9 ദിവസത്തെ നവനാള് അന്ന് ആരംഭിക്കും. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി.